ഈ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോയ്സ് എന്ന കമ്പനിയുടെ നോയ്സ് ഫിറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് നോയ്സ് എന്ന കമ്പനിയുടെ ഫോഴ്സ് എന്ന് പറയുന്ന മോഡലിലുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, 1.32 ഇഞ്ച് ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്, അത് റൊട്ടേറ്റിംഗ് ക്രൗൺ വരുന്നുണ്ട്. പിന്നെ ബാക്കി ഒരു സാധാരണ സ്മാർട്ട് വാച്ചിനകത്ത് വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സ്പോർട്ടി ഡിസൈൻ ആണ്, 580 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്, 24/7 ഹാർട്ട് റേറ്റ് മോണിറ്റർ വരുന്നുണ്ട്, ഇൻബിൽറ്റ് ഗെയിംസ് വരുന്നുണ്ട്, വോയിസ് അസിസ്റ്റന്റ്, ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ, അപ് ടു 7 ഡേ ബാറ്ററി ലൈഫ്, അതുപോലെ IP67 വാട്ടർ പ്രൂഫ് ആണ് ഈ ഒരു വാച്ചിനകത്ത് വരുന്നത്. നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്ത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ബോക്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫസ്റ്റിലേക്ക് കിട്ടുന്നത് യൂസർ മാനുവൽ, ബാക്കി കുറച്ച് പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്, USB Type A to അവരുടെ ഒരു പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള പിന്ന് വരുന്ന ചാർജർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു വാറണ്ടി രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള സ്മാർട്ട് വാച്ചാണ് ഇത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഇത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇങ്ങനെയാണ് ഒരു വാച്ചിന്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതാണ് സ്മാർട്ട് വാച്ച് ഓപ്പൺ ആക്കുമ്പോൾ അതിന്റെ ഒരു മെയിൻ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫോൺ കാർഡ്, ഹെൽത്ത്, വെതർ, ഷട്ടർ, ക്യാമറ ഷട്ടർ ചെയ്യാം, മ്യൂസിക്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് ഇവിടെ ഇത്തരത്തിൽ കാണാൻ സാധിക്കും. താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ്, ഡേറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിലിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതിൻ്റെ വാച്ച് ഫേസസ്, നമുക്ക് ഇഷ്ടപ്പെട്ട വാച്ച് ഫേസസ് മാറ്റാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് കൂടുതൽ വാച്ച് ഫേസുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വാച്ചിലെ QR കോഡ് നിങ്ങളുടെ ഫോണിൽ സ്കാൻ ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിനകത്ത് ഡിവൈസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന വാച്ച് ഫേസസ് മാറ്റാനുള്ള ഓപ്ഷനാണ്. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ആപ്പിന്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് മുതലായ ആപ്ലിക്കേഷനുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് SMS അലർട്ട് ഓൺ ഓഫ് ആക്കാൻ പറ്റും. ഫോണിനകത്ത് നിന്ന് SMS വാച്ചിൽ കാണിക്കുന്നത് ഓൺ ഓഫ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ കോൾ അലർട്ട്, നമ്മുടെ ഫോണിനകത്ത് കോൾ വരുമ്പോൾ അത് ഈ ഒരു വാച്ചിൽ അലർട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെൽത്ത് മോണിറ്റർ ഉണ്ട്. അതുപോലെ നമുക്ക് അലാറം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വാച്ചിലൂടെ മൊബൈലിനകത്ത് സെറ്റ് ചെയ്യുന്ന അലാറം നമ്മുടെ വാച്ചിനകത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് ഒരു ആപ്ലിക്കേഷനകത്ത് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഗൂഗിൾ ഫിറ്റ് ഉണ്ട്, മൈ കോണ്ടാക്ട്, അതിനകത്ത് മൊത്തം 8 കോണ്ടാക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം 4 എണ്ണത്തിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 8 കോണ്ടാക്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ വാച്ച് ഉപയോഗിച്ച് ക്യാമറ ക്യാപ്ചർ ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ വാച്ചിനകത്ത് നമുക്ക് ലഭിക്കും. അത്തരത്തിലുള്ള ഫീച്ചർ ഇവിടെ ആപ്പിനകത്ത് വരുന്നുണ്ട്. പിന്നെ വെതർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, വെതർ സെറ്റിംഗ്സ്, അതായത് നമ്മുടെ വെതർ നോട്ടിഫിക്കേഷൻ വാച്ചിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഗൂഗിൾ ഫിറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ആയിട്ട് ഇവർ നൽകിയിരിക്കുന്നത്. പിന്നെ ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ സ്പോർട്ട് മോഡുകളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ചലഞ്ചസ് നമുക്ക് എടുത്തിട്ട് ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇതുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്തിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കലോറീസ്, സ്റ്റെപ്സ്, ഡിസ്റ്റൻസ് മുതലായ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഹോം പേജിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ബ്ലഡ് ഓക്സിജന്, അതുപോലെ തന്നെ സ്റ്റെപ്സ്, ഡിസ്റ്റൻസ്, എത്ര കിലോമീറ്റർ നടന്നു, അങ്ങനെയുള്ള വർക്കൗട്ടിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവരുടെ തന്നെ പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ പർച്ചേസ് ചെയ്യാം. നോയ്സിന്റെ പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആപ്ലിക്കേഷനകത്ത് ഉള്ള കാര്യങ്ങൾ.
ബോഡി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി വരുന്ന ബോഡിയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ചുറ്റിനും ഒരു ബെസൽസ് വന്നിരിക്കുന്നത് മെറ്റൽ ഫ്രെയിം കൊണ്ടാണ് ബെസൽസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം വളരെ മികച്ചൊരു ബിൽഡ് ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സ്പോർട്ട് മോഡിന്റെ ഒരു സ്വിച്ച്, ഫിസിക്കൽ സ്വിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെനു സ്വിച്ച് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് വാങ്ങിയ സമയത്ത് 4000 രൂപയാണ് വന്നിരിക്കുന്നത്. വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മികച്ച ഒരു ക്വാളിറ്റിയിലുള്ള സ്മാർട്ട് വാച്ചാണെന്ന് നമുക്കിത് പറയാൻ പറ്റും. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.